ഒട്ടും താമസമില്ലാതെ തന്നെ ചടപടയെന്ന് പറഞ്ഞിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു സൂപ്പർ സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. ഇതൊരു തട്ടുകട സ്പെഷ്യലാണ്, അല്ലെങ്കിൽ ഒരു സ്ട്രീറ്റ് സ്റ്റൈല് ഒരു സ്നാക്സിൻ്റെ റെസിപ്പി തന്നെയാണ്. കണ്ടു നോക്കി നോക്കൂ, രക്ഷയില്ലാത്ത ഫ്ലേവറും ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് വെള്ളക്കടലാണ്. അത് ഉപ്പും വെള്ളവും ചേർത്തിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം. ഇനി അടുത്തത് ചെയ്യേണ്ടത് പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം. അതൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം 1/2 ടീസ്പൂണ് കാശ്മീരി മുളകും പൊടിയും കൂടെ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ആ ഒരു പച്ചച്ചവ മാറിക്കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് 1 ടീസ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ഇല്ലേ, അത് അങ്ങനെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പനീർ വേണം. 50 ഗ്രാമാണ് എടുത്തത്. അതിനുശേഷം വേവിച്ച് വെച്ചിട്ടുള്ള വെള്ളക്കടല, ഇനിയിപ്പോൾ വെള്ളക്കടല ഇല്ലെങ്കിൽ കറുത്ത കടല ഇട്ടാലും മതി കേട്ടോ. പക്ഷേ വെള്ളക്കടലക്കാണ് കേട്ടോ ഈ ഒരു റെസിപ്പിക്ക് സ്യൂട്ടായിട്ടുള്ളൊരു സാധനം. അപ്പോൾ ആ ഒരു കടലയും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഏകദേശം 2 കപ്പോളം അങ്ങനെ ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടെ ശരിക്കും ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞതിന് ശേഷം ഇതിനൊരു സൂപ്പർ ഡൂപ്പർ ഫ്ലേവർ കിട്ടണമെങ്കിൽ ചാറ്റ് മസാല ഇട്ട് കൊടുക്കണം. അതൊരു 1/2 ടീസ്പൂൺ എന്നുള്ള രീതിക്ക് എന്തായാലും വേണം, എന്നാലേ ഫ്ലേവർ വരുള്ളൂ. ഇനി നമുക്ക് കസൂരി മേത്തിയും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. കയ്യിൽ വെച്ചിട്ട് ശരിക്കും ഒന്ന് ഞവണ്ടി കഴിഞ്ഞതിന് ശേഷമായിരിക്കണേ കസൂരി മേത്തി ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് വീണ്ടും ശരിക്കും ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറിലുള്ള ഒരു സ്ട്രീറ്റ് സ്റ്റൈൽ സ്നാക്സിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു രസം എന്ന് പറയുന്നത് രക്ഷയില്ലാത്തൊരു ഫ്ലേവറും ടേസ്റ്റുമാണ്, പിന്നെ ഹെൽത്തിയും ആണല്ലോ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് മിക്സായി കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണേ വലിയുള്ളിയും പച്ചമുളകും പുതിനയിലയും മല്ലിയിലയും ഒക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോഴേ നമുക്കത് കടിക്കാൻ കിട്ടുമ്പോഴേ ആ ഒരു കറക്റ്റ് ഫ്ലേവർ കിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് ചൂടോടെ കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാം കേട്ടോ. സെർവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കുറച്ച് വലിയുള്ളി അങ്ങനെ അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് കഴിക്കുകയാണെങ്കിൽ പുളി ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ ഉപ്പ് പുളിയൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കുക കേട്ടോ. ഇനി കുറച്ചുകൂടെ പുളി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാളംപുളി ഇല്ലേ, അതിൻ്റെ പ്യൂരി എടുത്തിട്ട് കുറച്ച് അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതന്നെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ തയ്യാറാക്കി നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇതിനിപ്പം വലിയ ആൾക്കാർക്ക് ടിഫിൻ ബോക്സൊക്കെ കൊണ്ടുപോകുന്നവരൊക്കെ ഉണ്ടെങ്കിലേ ഇതൊന്നും ആക്കിയിട്ട് അങ്ങനെ കഴിച്ചാൽ മതി. ലഞ്ചിനാണെങ്കിലോ ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ടാണെങ്കിലും അത്ര ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ വേറെ ഒന്നിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അതേപോലെ ബണ്ണോ പാവോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തത് വെറുതെ കഴിക്കാൻ തന്നെ അടിപൊളിയാണ്. എന്തായാലും ട്രൈ ചെയ്യുക, അഭിപ്രായം അറിയിക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഫാമിലിക്കും ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ല സ്നാക്സിൻ്റെ ടിപ്സിൻ്റെ ഒക്കെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ, അസ്സലാമു അലൈക്കും.